الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فلما بلغ معه السعي قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى قال يا أبت افعل ما تؤمر ستجدني إن شاء الله من الصابرين فلما أسلما وتله للجبين وناديناه أن يا إبراهيم قد صدقت الرؤيا إنا كذلك نجزي المحسنين. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ വിശ്വാസികളെ, കാരുണ്യവാനായ പടച്ചറപ്പിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലെമ്പാടും പാലിക്കുവാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. കരുണക്കടലായ പടച്ചറപ്പ് ഇരു ലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് റബ്ബ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാന്റെ അളവറ്റ അനുഗ്രഹത്തിൻ്റെ ഭാഗമായി ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവനെ ഓർക്കാനും അവൻ ചെയ്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും ഒരുപാട് അവസരങ്ങൾ പലതരത്തിൽ അള്ളാഹു നമുക്ക് തരുന്നു എന്നുള്ളത് വിശ്വാസികൾ എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കും. ഓരോ കാലവും വളരെ പ്രധാനമാണ്, അതിനതിൻ്റെതായ സവിശേഷതകളുണ്ട്. ഇപ്പോൾ നമുക്കൊക്കെ അറിയാവുന്നത് പോലെ നമ്മുടെ സഹോദരന്മാർ വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ യാത്ര തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ യാത്രകൾ, ആ ഹജ്ജുകൾ അള്ളാഹു മബ്റൂറും മഖ്ബൂലുമായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അനേകം നന്മകൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ സമയബന്ധിതമായിട്ടാണ് പടച്ചറപ്പ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ഓരോ സമയത്തിനും പ്രത്യേകത, ഓരോ കാലത്തിനും പ്രത്യേകത. അതുകൊണ്ടാണ് നിങ്ങളുടെ വാർദ്ധക്യം വരുന്നതിന് മുമ്പ് നിങ്ങളുടെ യൗവനത്തിനെ നിങ്ങൾ പരിഗണിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നിങ്ങളുടെ ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് ഇത്തിരി സാമ്പത്തിക ശേഷിയുള്ളൊരു കാലമുണ്ടെങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കണം. എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പം ചെയ്യണം. ദാരിദ്ര്യം വരുമ്പോൾ തോന്നും എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ തിരക്കടില്ല, പക്ഷെ അതുകൊണ്ടായില്ലല്ലോ. രോഗമുള്ളൊരു കാലം നിങ്ങൾക്ക് വരുന്നതിന് മുമ്പ് ആരോഗ്യമുള്ളൊരു കാലത്തെപ്പറ്റി, ആ കാലത്തിന്റെ സവിശേഷതയും ആ കാലത്തിന്റെ ഇരവ് പകലുകളുടെ സൗഭാഗ്യങ്ങളും ആസ്വദിക്കുമ്പോൾ നിങ്ങളത് അതിനനുസൃതമായി പ്രവൃത്തി നിങ്ങളിലുണ്ടാകണം.
മരണം വരുമ്പോൾ ജീവിതത്തിന്റെ വില നിങ്ങൾ അറിയും. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം യഗ്തനിം ഖംസൻ ഖബ്ല ഖംസ്, 5 കാര്യങ്ങൾക്ക് മുന്നേ നിങ്ങൾ 5 കാര്യങ്ങളെ ഗൗരവത്തോടെ എടുക്കണം എന്ന് പറയുകയുണ്ടായി. അതൊക്കെ വായിക്കുമ്പോൾ സമയത്തിന്റെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദുൽഖഅദ് മാസം എന്ന് പറയുന്നത് പുണ്യമായ മാസമാണ്, യുദ്ധം നിഷിദ്ധമായ മാസമാണ്, അളവറ്റ പ്രതിഫലമുള്ള മാസമാണ്. അതോടൊപ്പം ഹജ്ജ് മാസത്തിന്റെ തൊട്ട് മുമ്പുള്ള മാസവുമാണ്. അതുകൊണ്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ, പ്രവർത്തികൾ ചെയ്യാൻ, നമ്മുടെ അമലുകളൊക്കെ സമയബന്ധിതമാണ് എന്ന് സൂചിപ്പിച്ചു. നമ്മുടെ നമസ്കാരം സമയബന്ധിതമാണ്. അതുകൊണ്ട് ആ സമയത്ത് നിസ്കരിക്കുന്നതിന്റെ പ്രാധാന്യം പറയുന്നത് എപ്പോഴെങ്കിലും തോന്നുമ്പോഴുള്ള ഒരു നിസ്കാരമല്ലല്ലോ. നിസ്കാരം അതിന്റെ ആദ്യ സമയത്ത് നിങ്ങൾ നിർവഹിക്കും. നോമ്പ് എന്ന് പറയുന്നത് സമയബന്ധിതമാണ്, ഇതിനൊരു റമദാനുണ്ട്. ഇനി സുന്നത്താകുമ്പോൾ തിങ്കളും വ്യാഴവും കടന്നു വരും, അതല്ലെങ്കിൽ മാസത്തിലെ ചില പ്രത്യേക ദിവസങ്ങൾ കടന്നു വരും. എല്ലാം സമയബന്ധിതമാണ്. ഹജ്ജ് അതൊരു സമയബന്ധിതമാണ്. ദീനിന്റെ അമലുകളൊക്കെ അങ്ങനെയാ. വെള്ളിയാഴ്ച, അതിന് ശനിയാഴ്ചക്ക് ഫളായിലില്ലല്ലോ. വെള്ളിയാഴ്ച തന്നെ ജുമുഅ വേണം. എല്ലാരും കൂടി തീരുമാനിക്കുകയാണെങ്കിൽ അതൊരു അത് നടക്കില്ല. അത് അള്ളാഹിന്റെ തീരുമാനമാണ്, അത് ദീനിന്റെ തീരുമാനമാണ്. അതുകൊണ്ട് അനേകം നന്മകൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് വ്യത്യസ്തമായ അവസരം നൽകുന്ന മാസവും സന്ദർഭവുമാണ്. എപ്പോഴും ഈ കാലത്ത് നമ്മൾ ഓർക്കുന്നത് ഒരു മഹാനായ മനുഷ്യന്റെ കഥയാണ്. അതൊരു കഥയല്ല, അതൊരു ചരിത്രമാണ്. അതൊരു പച്ചയായ മനുഷ്യന്റെ ജീവിതമാണ്. എന്തൊക്കെ ഒരു മനുഷ്യൻ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ അനുഭവിക്കണമോ അത് മുഴുവൻ അനുഭവിച്ചൊരു മനുഷ്യന്റെ കഥയാണ്. യൗവനം പരീക്ഷിക്കപ്പെട്ടു, ബാല്യം പരീക്ഷിക്കപ്പെട്ടു, വീട്ടിൽ നിന്ന് പടിയിറക്കപ്പെട്ടു. എന്നിട്ടും പ്രബോധനത്തിന്റെ വീഥിയിൽ ആ മനുഷ്യൻ മുന്നോട്ട് പോയി. തന്നെ കൊണ്ടാവുന്ന വിധം അല്ലാഹുവിലേക്ക് ജനങ്ങളെ ബോധവൽക്കരണം നടത്തി. ഖലീലുല്ലാ എന്ന ആ മനുഷ്യൻ അല്ലാഹു പേര് കൊടുത്തു. വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, ഖുർആൻ പറഞ്ഞതാ. ഇബ്രാഹിമിനെ നാം ഖലീലായി സ്വീകരിച്ചു. അത്രമേൽ അല്ലാഹുവിലേക്ക് അദ്ദേഹം എഴുകിച്ചേർന്ന പോലെ, അത്രമേൽ പടച്ച റബ്ബിലേക്ക് അദ്ദേഹം അടുത്തതുപോലെ. പക്ഷെ എന്നിട്ടും എത്രയോ പരീക്ഷണങ്ങൾ, കുഞ്ഞില്ലാത്ത പരീക്ഷണം, ദാമ്പത്യത്തിൽ പരീക്ഷണം. അപ്പൊ ദുആയുണ്ട്, റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, നല്ല കുഞ്ഞ് വേണം, എനിക്ക് നല്ല കുട്ടി വേണം. അല്ലാഹ് അത് കൊടുക്കുന്നുണ്ട്. കാലങ്ങൾ എത്ര കടന്നു പോകണം. ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം, മക്കളില്ലാത്തൊരു പിതാവിന് തന്റെ വാർദ്ധക്യകാലത്ത് ഒരു കുഞ്ഞുണ്ടാകുമ്പോ കൊടുക്കുന്നൊരു സ്നേഹത്തിന് അളവ് കൂടുതലാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ സായം സന്ധ്യയിൽ ഇബ്രാഹിം എന്ന കുട്ടിയോട് പ്രവാചകൻ കാണിച്ച സ്നേഹം ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കും. 60 വയസ്സ് കഴിയുമ്പോഴാണ് റസൂലുള്ളാഹി ഇബ്രാഹിം ജനിച്ചത്. ഖുറൈശികൾ കളിയാക്കി ഒരുപാട്, ആൺമക്കളില്ലാത്ത മുഹമ്മദ്, പെൺമക്കൾ മാത്രമുള്ള മുഹമ്മദ്, പരമ്പര നിലനിർത്താൻ കഴിയാത്ത മുഹമ്മദ്, അബുത്തറായ മുഹമ്മദ്, വാലറ്റവനായ മുഹമ്മദ്. പക്ഷെ അള്ളാഹു ചില തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. ഇബ്രാഹിമിനെ വല്ലാതെ പ്രവാചകൻ സ്നേഹിച്ചതും ഉമ്മ വെച്ചതും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സാക്ഷ്യപ്പെടുത്തുന്നത് കാണാം. ഇവിടെയും അങ്ങനെയാ. വാർദ്ധക്യകാലത്തായി ഇസ്മായിൽ ജീവിതത്തിൽ കടന്നു വരുന്നത്. പക്ഷെ എന്നിട്ടും എത്രയൊരു സ്നേഹം. പക്ഷെ താലോലിക്കാനുള്ള വിധി കൊടുത്തില്ലല്ലോ. ഇട്ടേച്ചു പോരണം എന്ന റബ്ബിന്റെ തീരുമാനം, അതൊരു പരീക്ഷണമാണ്. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതികൽ മുഹറം. അല്ലാഹുവേ, എന്റെ മക്കളെ ഞാനിതാ ഇവിടെ ഉപേക്ഷിച്ചു പോരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള കരള് പൊട്ടുന്ന ദുആ. ഹാജറും ഇസ്മായിലും ഒറ്റക്ക് അങ്ങനെ വളരണം. പിന്നെ കാലങ്ങൾക്ക് ശേഷം ഇബ്രാഹിം അങ്ങോട്ട് തിരിച്ചു വരണം. അള്ളാന്റെ തീരുമാനമാണ്. കാലം അങ്ങനെ കടന്നുപോയപ്പോ ഫലമ്മാ ബലഗ മഅഹു സഅയ്, അള്ളാഹ് പറഞ്ഞു നോക്കുങ്ങൾ, കൂടെ നടക്കാൻ പ്രായമായപ്പോൾ. സഅയിന്റെ വ്യാഖ്യാനം പറയുന്നത് 13-ന്റെയും 18-ന്റെയും ഇടയിലുള്ള പ്രായം എന്നാണ്. ആ പ്രായത്തിൽ ഒരു ആൺകുട്ടി ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രത്യേക ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അതിരുകളില്ലാത്ത സ്വപ്നങ്ങളുണ്ട്. മക്കളെ കണ്ട് അവരുടെ മുഖത്ത് നോക്കി. കുടുംബം സ്വപ്നമാണ്, ജീവിതം സ്വപ്നമാണ്, പ്രതീക്ഷകളുടെ കടലിരമ്പമാണ്, വാക്കുകൾക്കപ്പുറത്താണ്, അനുഭവങ്ങളുടെ തീരാ കടലാണ്. അവിടെയാണ് ഈ മകൻ കൂടെ നടക്കാനായൊരു നേരമുണ്ട്.
അപ്പോ പാപ്പ പറയുന്നത്, ഖുർആൻ പറയാ, ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ. പ്രിയ മോനെ, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാം അന്നി അദ്ബഹുക, നിന്നെ അറുക്കണമെന്ന് അല്ലാഹ് എനിക്ക് കിനാവിൽ കാണിച്ചു തന്നിട്ടുണ്ട്, ഉറക്കത്തിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഫൻദുർ മാദാ തറാ, നിനക്കെന്തു പറയാനുണ്ട്? ഒരു കുട്ടിയോട് അഭിപ്രായം ചോദിക്കുക. നിന്നെ അറുക്കണം എന്നല്ല എനിക്ക് കിനാവിൽ കാണിച്ചു തന്നിട്ടുണ്ട്, എന്നെ കൊണ്ട് കൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ മകനൊരു മറുപടിയുണ്ട്, വല്ലാത്തൊരു മറുപടിയാണത്. അവിടെയാണ് ഒരു കുടുംബം എന്താണ്, ഒരു ആദർശം എന്താണ്, അതിന്റെ പാഠമാണ്. 13 കൊല്ലം ഈ ബാപ്പയില്ലാതെ വളർത്തുന്ന ഒരു ഉമ്മയുണ്ട്, ഹാജർ. ഒരിക്കൽ പോലും ഈ വാപ്പയെ കുറിച്ചൊരു വേണ്ടാത്തൊരു വാക്ക് പറഞ്ഞിട്ടില്ല എന്നാണ്. എന്റെ വാപ്പ നമ്മളെട്ട് പോയി എന്നൊരു വാക്കെങ്ങാനും ഹാജർ എന്നെങ്കിലും ഇസ്മായിലിനോട് പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ ആ കണ്ണിലെ ഇസ്മായിലിന്റെ വാപ്പാനെ കാണാൻ പറ്റുള്ളൂ. അള്ളാന്റെ കൽപ്പന പ്രകാരം പൊന്നുമോനെ, നമ്മളെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് എന്റെയും എന്റെ ഭർത്താവും നിന്റെ പിതാവും ഇവിടെ നിന്ന് യാത്ര പോയതാണ് എന്നുള്ള ഒരു ബോധം, ആ ബോധ കുട്ടിക്ക് കൊടുത്തത്. കുട്ടി അതാ ഓർത്തത്. അതുകൊണ്ടാ കുറെ കാലം കഴിഞ്ഞ് വാപ്പ വന്ന് ഈ ചോദ്യം ചോദിച്ചപ്പോ കുട്ടിയുടെ മറുപടി, യാ അബതി ഫഅൽ മാ തുഅ്മർ, എന്താണോ കൽപ്പിക്കപ്പെട്ടത് അത് നിങ്ങൾക്ക് ചെയ്യാം. അല്ലാഹ് എന്താണോ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് ചെയ്യാം. സതജിദുനി, നിങ്ങൾക്ക് എന്നെ കാണാം, ഇൻഷാ അല്ലാഹ് മിനസ് സ്വാബിരീൻ, ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്നെ കാണാം. ഇത് വല്ലാത്തൊരു രംഗാണ്. ഞാൻ ക്ഷമിക്കും. മകൻ പറയാ, ഇബ്രാഹിം നെഞ്ചുകൊട്ടി കരയുന്നുണ്ട്. ഇങ്ങനൊരു പരീക്ഷണം അല്ലാഹ് തരുന്ന കണക്ക് കൂട്ടുന്നതല്ല. അവസാനം അതിന് സന്നദ്ധമായത് ഫലമ്മ അസ്ലമ വതല്ലഹു ലിൽ ജബീൻ, രണ്ടുപേരും അല്ലാഹുവിന് അനുസരണം ഉണ്ടായവരായി. വതല്ലഹു ലിൽ ജബീൻ, നെറ്റിയില്ല കുട്ടിയെ ചെരിച്ചു കിടത്തി. മുഖത്തേക്ക് നോക്കാൻ കഴിയില്ലായിരുന്നു. അത് സ്വപ്നമാണ്, അത് പ്രതീക്ഷയാണ്. അത് പിൻവാങ്ങാനുള്ള ത്വരയുണ്ടാക്കി തീർക്കും. ഓമനപ്പൈതലിന്റെ മുഖത്ത് നോക്കിയിട്ട് വാപ്പാ കറക്കാൻ കഴിയില്ല, അതുകൊണ്ട് ചെരിച്ചു കിടത്തി. തല്ലഹൂലിൽ ജബീൻ, അവക്കങ്ങനെയാണ്, നെറ്റിയിൽ ചെരിച്ചു കിടത്തി. ഖുർആന്റെ അർത്ഥമൊക്കെ അങ്ങനെ കൊടുത്തിട്ടുള്ളത്. എന്തിനാ ചെരിച്ചു കിടത്തിയത്? അറക്കുമ്പോ മലത്തിയിട്ടല്ലേ കിടത്തേണ്ടത്. പക്ഷെ മുഖത്ത് നോക്കാൻ വാപ്പാക്ക് കഴിയില്ല. ഇത് വികാരമാണ്, ഇത് സ്വപ്നമാണ്, ഇത് പ്രതീക്ഷയാണ്, ഇത് തന്റെ എല്ലാമാണ്. അതുകൊണ്ട് ആ മുഖത്ത് നോക്കാതെ അങ്ങനെ കടത്തി. പക്ഷേ അള്ളാഹുവിന്റെ ഒരു തീരുമാനമുണ്ട്. ഈ പരീക്ഷണത്തിൽ ഇബ്രാഹിം വിജയിക്കുന്നുണ്ട്. അപ്പൊ ഒരു വിളിയാളം വരുന്നുണ്ട്, വനാദൈനാഹു അയ്യാ ഇബ്രാഹിം, നാം വിളിച്ചുവോ ഇബ്രാഹിം, ഖദ് സദ്ദഖത റുഅ്യ, നിങ്ങൾ ആ സ്വപ്നവും സാക്ഷാത്കരിച്ചിരിക്കുന്നു, അത് നിങ്ങളുടെ വിജയം തൂകിയിരിക്കുന്നു. അതുകൊണ്ട് ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, ഇങ്ങനെയാണ് നാം സുഹൃതവാന്മാർക്ക് പ്രതിഫലം നൽകുക. ഏത് പരീക്ഷണവും വിജയിക്കാൻ കഴിയുന്നതാണ് അതിന്റെ അർത്ഥം. പതറുന്നില്ല, വിശ്വാസം ചോർന്നു പോകുന്നില്ല. ഒരു പരീക്ഷണത്തിന്റെ ഘട്ടത്തിലെത്തുമ്പോ മതത്തെ വലിച്ചെറിയുന്നില്ല, ആർക്കൊക്കെയോ വേണ്ടി ദീനിനെ ഒപ്പിച്ചു കൊടുക്കുന്നില്ല. അല്ലാത്തൊരു വാക്കാണത്. എന്നിട്ട് അല്ലാഹ് പറയാ, ഇത് വല്ലാത്തൊരു പരീക്ഷണമാണ്. ജീവിതം മുഴുവൻ പരീക്ഷണം ഉണ്ടായ മനുഷ്യനാണ്. പാട്ടി പുറത്താക്കിയത് മുതൽ, അഗ്നിനാളത്തിലേക്ക് ഒരു ജനത ഒരു മനുഷ്യനെ എറിഞ്ഞത് മുതൽ, ഭരണകൂടത്തിന്റെ ഭീകരമായ പീഡനങ്ങൾ ഏറ്റതടക്കമുള്ള അനേകം കാര്യങ്ങൾ, അതിനിടയിൽ വിരഹങ്ങൾ, അതിനിടയിൽ യാത്രകൾ, അതിനിടയിൽ ത്യാഗങ്ങൾ ഒക്കെ ഉണ്ട്. പക്ഷെ അതിനൊന്നും കുറിച്ച് പറയാതെ ഇതൊരു വല്ലാത്ത പരീക്ഷണമാണ്. നാം പകരം ഒരു മൃഗത്തെ, ഒരു ബലിമൃഗത്തെ അദ്ദേഹത്തിന് നാം പകരം കൊടുത്തു. ഇവരിൽ ഒരാടുമായി വരുന്നു, അതിനറക്കുന്നു എന്ന് വ്യാഖ്യാനത്തിൽ കാണാം. എന്നിട്ട് പിന്നെ ഖുർആൻ പറഞ്ഞു, വതറക്നാ അലൈഹി ഫിൽ ആഖിരീൻ, ഖിയാമം വരെയുള്ള ജനതക്ക് നാം അതൊരു ഓർമ്മയാക്കി ബാക്കിയാക്കി. തറക്നാ അലൈഹി
ഫിൽ ആഖിരീൻ. ഇനി വരാനുള്ളവർക്കൊക്കെ അത് ഓർമ്മയാണ്. സൂറത്ത് സ്വാഫാത്തിലെ 104 മുതലുള്ള ആയത്തുകൾ ഇങ്ങനെ വായിക്കുമ്പോൾ, അതിന്റെ പരിഭാഷകൾ വായിക്കുമ്പോൾ, അതിന്റെ പദാനുപദമർത്ഥത്തിലേക്ക് നമ്മൾ അങ്ങനെ ഊളിയിട്ടിറങ്ങുമ്പോ അവിടെയാണ് ഈ ഉളഹിയത്തിന്റെ പ്രാധാന്യം. പുതിയ കാലത്ത് എന്തൊക്കെ ആളുകൾ പറയുന്നു, ഈ ഉളഹിയത്ത് അതിലൊന്നും വലിയ കാര്യമല്ല, ആ കാശുങ്ങൾ തന്നാൽ മതി, അതുകൊണ്ട് നമുക്ക് വീടുണ്ടാക്കാം, അല്ലെങ്കിൽ പാവങ്ങൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ കുട്ടികളെ കെട്ടിച്ചയക്കാം. ദീനിന്റെ ഒരു ഷിആറിനെ തകർക്കാൻ ഒരു നാവിനും അള്ളാഹ് അധികാരം കൊടുക്കൂല. എത്ര അപകടകരമായ വർത്താനാണ്. ഇതൊരു ഇബാദത്താണ്, ഇതൊരു മാതൃകയാണ്, ഇത് ദീനിന്റെ ഷിആറാണ്. നമുക്കൊന്നും തോന്നുന്നുണ്ട് ഇടക്ക്, എന്തിനാപ്പം ഇങ്ങനെ അർത്ഥിട്ട് ഇങ്ങനെ കൊടുത്ത്, അതിലൊന്നും വലിയ തോന്നിയുണ്ടെങ്കിൽ ഓർക്കുക, അള്ളാന്റെ ഷിആറുകളോട് ആദരവ് തോന്നുന്നുണ്ടെങ്കിൽ അത് ഹൃദയത്തിന്റെ തഖ്വയാണ്. അല്ലെങ്കിൽ ഒഴുക്കിനനുസരിച്ച് ഓരോരോ ചിന്താധാരകളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോ പലരുടെയും പലതും കേട്ടിട്ട് നമുക്കിങ്ങനെ പലതും തോന്നും ചിലപ്പോ. അതുകൊണ്ട് അച്ചര കൃത്യവും ഇത്രമേൽ വ്യക്തവുമായിട്ട് ഖുർആന്റെ ആയത്താണ് ഖിയാമം വരെ ഇത് ഓർമ്മയാക്കി എന്ന് അള്ളാഹ് പറയാം. അവിടെയാണ് ഉളഹിയത്തിന്റെ പ്രാധാന്യം. സാധിക്കുന്നവരെ അത് അറുക്കാന്ന്. നമ്മുടെ നാട്ടിൽ ഒരുപാട് പുണ്യങ്ങൾ ചിലപ്പോൾ നമ്മൾ പുണ്യമെന്ന പേരിൽ പലതും കാണും. ചില ആണ്ടുകൾ, ചില നേർച്ചകൾ, അല്ലെ, അവിടെ കറവുകൾ, ബദിരീങ്ങളാണ്ടുകൾ, മാസം 17 പരിപാടികൾ, അങ്ങനെ പലതും കാണാം. ചിലയിടത്ത് മരിച്ചാല് 7-ന്റെ അന്നൊരു അറിവ്, അല്ലെങ്കിൽ 14-ന്റെ അന്നൊരു അറിവ്, ജനിച്ചാലല്ല, എന്നിട്ട് അതിന്റെ ഭക്ഷണം അതൊരു പുണ്യമായിട്ട് അങ്ങനെ ധരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അതിനൊന്നും മതത്തിന്റെ പിൻബലമല്ല. മതത്തിന്റെ പിൻബലമുള്ള ചില ബലികളുണ്ട്, അത് ഇത്തരം ബലിയാണ്. ബലിക്ക് ചരിത്രമുണ്ട്, ഒരുപാട് ചരിത്രമുണ്ട്. ലോകത്തിൽ ആദ്യത്തെ മനുഷ്യന്റെ കഥ പറയുന്നിടത്ത്, ആദം നബിയുടെ 2 മക്കളുടെ കഥ പറയുന്നിടത്ത് ബലിയുടെ കഥ പറഞ്ഞിട്ടുണ്ട്. വത്സുലു അലൈഹിം നബഅ ബനൈ ആദമ ബിൽ ഹഖ് ഇദ് ഖറബാ ഖുർബാനൻ ഫതുഖബ്ബല മിൻ അഹദിഹിമാ വലം യുതഖബ്ബൽ മിനൽ ആഖർ. ആദമിന്റെ 2 മക്കളുടെ കഥ നീ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അവര് 2 പേരും അള്ളാഹുവിനോട് അള്ളാഹ്ക്ക് അവർ ബലിയെ സമർപ്പിച്ചു. ഖറബ ഖുർബാനൻ, പക്ഷേ ഫതുഖബ്ബല മിൻ അഹദിഹിമാ, ഒരാളെ സ്വീകരിച്ചു. 2 സഹോദരന്മാരാ, ഒരാളുടെ അള്ളാഹ് സ്വീകരിച്ചു. വലം യുതഖബ്ബൽ മിനൽ ആഖർ, മറ്റേയാളുടെ സ്വീകരിച്ചില്ല. ഇത് വൈരമായി മാറി, പിന്നെ അത് കൊലപാതകമായി മാറി. സ്വീകരിച്ചവനോട് അള്ളാഹ് സ്വീകരിച്ചവനോട് സ്വീകരിക്കാത്തവന്റെ ഉള്ളിൽ പകയുണ്ടായി. അവസാനം അതൊരു കൊലപാതകത്തിലെത്തി. ആ കൊന്ന മൃതദേഹവുമായിട്ട് ചുമന്നു പോകുന്ന കഥ പറയുന്നുണ്ട് ഖുർആൻ. ലോകത്തിലെ ആദ്യത്തെ മയ്യത്ത്, ലോകത്തിലെ ആദ്യത്തെ കൊലപാതകം ആദം നബിയുടെ മക്കൾ. മണൽത്തിട്ടയിൽ ഇങ്ങനെ ഇരിക്കുക, എന്താ ഇതിനെ കാട്ടേണ്ടത് അറിഞ്ഞൂടാ. ഈ ഡെഡ് ബോഡി എന്ത് ചെയ്യണമെന്ന് ആദ്യത്തെ മനുഷ്യൻ അറിയൂല. അതിങ്ങനെ ഒരിടത്ത് വെച്ചിങ്ങനെ ഇരിക്കണ ഇരുത്തണ്ട്. ഖുർആൻ പറയാ അപ്പോൾ ഒരു കാക്കയെ നാം അയച്ചു. അല്ലാഹ് പറയാ, ഒരു കാക്കയെ അല്ലാഹ് അയച്ചു. ആ കാക്ക വന്നിട്ട് വേറെ ഒരു കാക്കയുടെ മൃതദേഹം മണലിൽ അതിന്റെ ചിറക് കൊണ്ട് ആഴമുണ്ടാക്കി ആ മറ്റേ കാക്കയെ, ഡെഡ് ബോഡിയായ കാക്കയുടെ മയ്യത്തിനെ അതിലിങ്ങനെ വെക്കുന്നത് ഈ മനുഷ്യൻ കാണുന്നുണ്ട്. അപ്പോഴാണ് ഈ മനുഷ്യനെ തോന്നുന്നത് ഇതാണ് ഇതിന്റെ മാർഗം. ആ നേരത്തെ ആ മനുഷ്യൻ പറയുന്ന ഒരു വാക്ക് ഖുർആൻ പറയുന്നുണ്ട്, ഖാല യാ വൈലത്താ അഅജസ്തു അൻ നകൂന മിസ്ല ഹാദൽ ഖുറാബ്. അടച്ചോനെ, ഞാൻ എത്ര ദുർബലൻ, ഈ ഒരു കാക്കയുടെ അത്ര പോലും എനിക്ക് കഴിവില്ലാതെ പോയല്ലോ. അപ്പയും മനുഷ്യനിങ്ങനെ അവന്റെ ഓർമ്മകളിൽ, അവന്റെ ചിന്തകളിൽ അവന്റെ ബലഹീനത, അവന്റെ ദൗർബല്യം അവനെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഖുർആൻ പറയുന്ന ഒരു സംഗതിയാണിത്. ബലിയുടെ കഥകൾ അങ്ങനെ പിന്നെ പല കാലത്തും മനുഷ്യർക്ക് വേണ്ടി ബലി, മൂർത്തികൾക്ക് വേണ്ടി ബലി, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ബലി, അങ്ങനെ ഒരുപാട് ബലികൾ, നരബലി അടക്കം ചില സമൂഹങ്ങളിൽ പുണ്യമായി വന്നു. അവിടെയാണ് ഇസ്ലാം അതൊന്നും പുണ്യാക്കാതെ
ഇതൊരു ഷിആറാക്കി, ഒരു പുണ്യമാക്കി അള്ളാഹു അങ്ങോട്ട് നിലനിർത്തുക. ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിന്റെ ഉജ്ജ്വലമായ മാതൃക. അവിടുത്തെ ജീവിതത്തിൽ അള്ളാഹു കൊടുത്ത ഒരുപാട് പരീക്ഷണങ്ങൾ, ആ പരീക്ഷണങ്ങളിൽ അവിടുന്ന് വിജയിക്കുന്ന അതിന്റെ പ്രാധാന്യം, അതിന്റെ പുണ്യം. അതുകൊണ്ട് സാധിക്കുന്ന ആളുകൾ ആ കൃത്യം നിർവഹിക്കുക എന്നുള്ളതാണ്. അതിന് തീരുമാനം എടുക്കേണ്ട സന്ദർഭമാണ്. അപ്പൊ ആളുകൾക്കൊരു പൊതുധാരണ ഉണ്ട്. എന്താ ധാരണ? 7 ആള് കൂടിയിട്ടാണ് ഒന്നിനിറക്കേണ്ടത്. അങ്ങനെയല്ല. കഴിവുള്ള ഒരാൾക്ക് ഒന്നിനിറക്കാൻ പറ്റിച്ച അയാൾ ഒന്നിറക്കുക എന്നാണ് അതിന്റെ നിയമം. അങ്ങനെയാണ് പൊതുവായിട്ട് നമ്മളിങ്ങനെ ധരിച്ചു വെച്ചതാണ്. അതിൽ 6 ആളായി, ഇന്ന് 5 കൂടി ആയിക്കോട്ടെ 7. അങ്ങനെയല്ല. ഈ ഞാനീ ഒന്നിനെ ഇറക്കാൻ കഴിവുള്ളവനാണെങ്കിൽ ഒന്നിറക്കുക എന്നുള്ളതാണ് അതിന്റെ നിയമം. ഇനി ഒരാൾക്ക് തികയില്ലെങ്കിൽ 2 ആൾക്ക് കൂടി ഇറക്കാൻ പറ്റുമെങ്കിൽ 2 ആൾ കൂടിയിട്ട് ഒന്നിറക്കുക എന്നുള്ളതാണ്. ഇനി 3, പരമാവധി 7 വരെയാണ്. നമ്മൾ ആദ്യം തന്നെ ഈ നിയമം പെടുന്ന അങ്ങോട്ട് 7 ആണ് അതിന്റെ നിയമം എന്ന് ആരോ ധരിച്ചു വച്ച പോലെ ചിലപ്പോൾ തോന്നിപ്പോകാറുണ്ട്. അവനവന്റെ കഴിവെന്താന്ന് അള്ളാഹ്ക്കറിയാം. ബാക്കി എല്ലാത്തിനും നമുക്ക് അല്ലേ, ഇതിപ്പോ ആളുകളുടെ ഒരു ധാരണ ഉണ്ട്, ഇതങ്ങനെ വലിയ പൈസ ഒക്കെ ഉണ്ടായിട്ടുള്ള നടത്തേണ്ട ഒരു സംഗതിയാണ്. അങ്ങനെയൊന്നുമല്ല. അത്ര പൈസ ഇല്ലാതെ ഒന്നും പല കാര്യങ്ങളും, ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്, നമ്മുടേതായ ചില സംഗതികൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രാധാന്യം, ഇതിന്റെ പുണ്യം, ഇത് ഷിആറാണ്, ഇത് ഇബാദത്താണ്, ഇത് സമർപ്പണമാണ്. ആ കാര്യം ബോധ്യപ്പെടുത്താണ്, ഓർമ്മപ്പെടുത്താണ്. അതിന്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച്, ഓരോരുത്തരുടെ കഴിവുകൾക്കനുസരിച്ച് അതിൽ പങ്കാളിത്തം വഹിക്കുക എന്നുള്ള ഓർമ്മപ്പെടുത്താണ്. ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഓർമ്മകൾ എവിടെ വരികയാണ്? കാരണം ആ മനുഷ്യന്റെ ഒരു ദുആ ഉണ്ട്, അത് വാക്യാവും. വജഅൽനീ ലിസാന സുദ്ഖിൻ ഫിൽ ആഖിരീൻ. മരിച്ചു പോയാലും എന്നെപ്പറ്റി നല്ല ഓർമ്മകൾ അതിവിടെ ഉണ്ടാകണം. എൻ്റെ അടുത്ത തലമുറ എന്നെ നന്നായിട്ട് ഓർക്കണം. ഞാനൊരു നല്ലവനാണെന്നുള്ള നിലയിൽ എന്നെ ഓർക്കണം. അത് ഖിയാമം വരെയുള്ള വിശ്വാസിക്കും അത് പാടാണ്. നമ്മളിവിടുന്ന് പോകുമ്പോ, കണ്ണടച്ചു പോകുമ്പോ, വെള്ള പുതച്ചിട്ട് മയ്യത്ത് പള്ളിയുടെ ആദ്യത്തെ സഫിൽ വെക്കുന്ന ഒരു നേരത്ത് അവിടെ കൂടി ആളുകളുടെ ഉള്ളിൽ തോന്നണം, ഈ വിളക്കുമാടം ഇവിടെ ആവശ്യമായിരുന്നു, ഈ മനുഷ്യൻ ഈ നാടിന് ആവശ്യമായിരുന്നു, ഈ മനുഷ്യൻ നമ്മുടെ വഴികാട്ടിയായിരുന്നു, ഈ മനുഷ്യന്റെ നഷ്ടം തീരാ നഷ്ടമാണ് എന്ന് ബാക്കി കൂടിയവർക്ക് തോന്നണം. ഒരുത്തനെങ്കിലും തോന്നുകയാണ് ഈ ഫിത്ന നീങ്ങിക്കിട്ടി, ഈ കുഴപ്പം പോയി കിട്ടി എന്ന് തോന്നിയ പിന്നെ നമ്മളെ കഥ എന്താ? അല്ലാഹു തആല നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അവിടെയാണ് അത് വേണം. അതുകൊണ്ടാണ് നമ്മളെ ഓരോ പ്രാർത്ഥനകൾ നോക്കൂ, അത്ഭുതം തോന്നും പലപ്പോഴും. സ്വലാത്തുൽ ഇബ്രാഹിമിയ സ്വലാത്ത് എന്നൊരു സ്വലാത്ത് തന്നെ നിസ്കാരത്തിൽ നമ്മൾ ചെല്ലും. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. മുഹമ്മദ് നബിക്ക് ഗുണം ചെയ്യണം, മുഹമ്മദ് നബിയുടെ കുടുംബത്തിനും ഇതുപോലെ. കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ. മുഹമ്മദ് നബിയുടെ ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും ഗുണം ചെയ്ത പോലെ അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം. ആ പ്രാർത്ഥന നോക്കൂ, അത് എവിടൊക്കെ വരുന്നു? മയ്യത്ത് നമസ്കാരത്തിലടക്കം ആ പ്രാർത്ഥന കടന്നു വരുന്നുണ്ട്. അത്ര പ്രധാനമായിട്ട് ഇബ്രാഹിം നബിയെ നമ്മളിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുക. ഖുർആൻ പറഞ്ഞൊരു വാക്കുണ്ട്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അല്ലാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. അതുപോലെ പറഞ്ഞൊരായത്താണ് ലഖദ് കാന ലക്കും ഫീ ഇബ്രാഹീമ ഉസ്വത്തുൻ ഹസന. ഇബ്രാഹിം നബിയിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. അവിടെയാണ് അതിന്റെ പൊരുള്, അതിന്റെ പ്രാധാന്യം, അത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക എന്നുള്ളതാണ്. അവിടെയാണ് ഖലീലുല്ലാഹ് ഇബ്രാഹിം നബിയുടെ ജീവിതത്തിന്റെ വല്ലാത്തൊരു സൗഭാഗ്യം. പാപ്പ, സഹധർമ്മിണി, മകൻ ഒന്നിച്ചൊരാദർശത്തെ പുൽകുന്ന ഒരു സൗഭാഗ്യം നോക്കൂ. അറക്കണമെന്ന് കുട്ടിനോട് പറയുമ്പോ കുട്ടി സമ്മതിക്കുക. യാത്ര പോകുന്നൊരു നേരത്ത് ഭാര്യ ചോദിക്കുന്നുണ്ട്, ആരെ ഏൽപ്പിച്ചിട്ടാ നിങ്ങൾ പോകുന്നത്? അപ്പൊ പറയുന്നുണ്ട്, അള്ളാനെ ഏൽപ്പിച്ചിട്ടാണ്. റളീതു ബില്ലാഹ്, ഞാൻ അള്ളാനെ തൃപ്തിപ്പെട്ടു എന്ന് പറയുന്ന ഉമ്മ. അതൊരു ആദർശ കുടുംബമാണ്, അതൊരു സൗഭാഗ്യത്തിന്റെ കുടുംബമാണ്. പരീക്ഷിക്കപ്പെട്ട പ്രവാചകന്മാരില്ലേ? ഖലീലുല്ലാഹി ഇബ്രാഹിം ഇവിടെ കഥ ഇങ്ങനെ പറയുമ്പോ 950 കൊല്ലം പ്രബോധനം ചെയ്ത
നൂഹ് നബിയുടെ കഥ വായിച്ച് നമ്മൾ അത്ഭുതം കൂറുന്നുണ്ട്. എത്ര പ്രബോധനം ചെയ്തു. വീട്ടിന്റെ ഉള്ളിലൊരു മകനുണ്ട്, വീട്ടിന്റെ ഉള്ളിലെ ഭാര്യയുണ്ട്, അവരെതിരായി മാറുന്നു. കപ്പലില് കയറി രക്ഷപ്പെടുന്ന നേരത്ത് പൊന്നു മോനെ കപ്പലിൽ കയറുന്ന് പറയുമ്പോ മോൻ പറയുന്ന വർത്താനം നിങ്ങളെ കപ്പലിൽ കയറൂല, ഞാൻ മലമുകളിൽ കയറി രക്ഷപ്പെടും. അപ്പൊ ഈ വാപ്പ പറഞ്ഞു കൊടുക്കാൻ ഒരു രക്ഷയില്ല കുട്ടിയെ. ഇന്നത്തെ ദിവസം ഈ കപ്പലല്ലാതെ രക്ഷയില്ല. പക്ഷെ കുട്ടി അതിന് തയ്യാറായില്ല. യാ ബുനയ്യർക്കം മഅനാ എത്രയോ വട്ടം വാപ്പ പറഞ്ഞു, കുട്ടി കേട്ടില്ല. ആ കുട്ടിയുടെ ചീത്തയാക്കാൻ കൂട്ടുനിന്ന ഒരു ഉമ്മയും അഥവാ നൂഹ് നബിയുടെ സഹധർമ്മിണിയും. അവിടെയാണ് ഇബ്രാഹിം നബിയുടെ ജീവിതത്തിന്റെ സൗഭാഗ്യം. മകൻ നല്ല വഴിയിൽ, ഭാര്യ നല്ല വഴിയിൽ, കുടുംബം നല്ല വഴിയിൽ. ആ മാതൃക അവിടെയാണ് ഉലൂഹിയ്യത്തിന്റെ പ്രാധാന്യം. സാന്ദർഭികമായിട്ട് അത് സൂചിപ്പിക്കുന്നു. കഴിയുന്നത്ര അത്തരം നല്ല സംരംഭങ്ങളിൽ നാം പങ്കാളികളാവുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ നന്മകൾ സ്വീകരിച്ച് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.